ഒരു ചെറിയ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീച്ചർ എഡ്യൂക്കേഷൻ സെന്റർ വടകരയിലെ ഒരു BEd വിദ്യാർത്ഥിനിയാണ്. ഞങ്ങളുടെ കോളേജിൽ ദിവസവും ഓരോ അസംബ്ലി കണ്ടക്ട് ചെയ്യാറുണ്ട്. ആ അസംബ്ലിയുടെ ഏറ്റവും കോറായ ഭാഗം എന്ന് പറയുന്നത് തോട്ട് ഓഫ് ദ ഡേ അല്ലെങ്കിൽ ഇന്നത്തെ ചിന്താവിഷയം എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനാണ് ഇന്നത്തെ ചിന്താവിഷയം അവതരിപ്പിച്ചത്. ഏറെ ആലോചനകൾക്ക് ശേഷം ഏത് വിഷയം എടുക്കുമെന്നുള്ള വലിയൊരു ആശയക്കുഴപ്പം മുന്നിലുണ്ടായിരുന്നു. ഒടുവിലാണ് അധ്യാപനവും അധ്യാപകരും എന്നുള്ള ഒരു വിഷയത്തിലേക്ക് ഞാൻ എത്തുന്നത്. ഞങ്ങൾ അവിടെ പോയതിനു ശേഷം അവിടെ എല്ലാ പരിപാടികളും, രാവിലെ തുടങ്ങുന്ന അസംബ്ലി ഉൾപ്പെടെ എല്ലാ പരിപാടികളിലും ഞങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെന്നോ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എന്നൊന്നുമല്ല, പ്രിയപ്പെട്ട അധ്യാപക വിദ്യാർത്ഥികളെ എന്നാണ്. പ്രിയപ്പെട്ട അധ്യാപക വിദ്യാർത്ഥികളെ എന്ന് ഓരോ കാര്യത്തിലും നമ്മളെ അഭിസംബോധന ചെയ്യുമ്പോൾ അതിലൊരു ബോധപൂർവമായ കാര്യം നടക്കുന്നുണ്ട്. BEd വിദ്യാർത്ഥി എന്ന് പറയുന്നത് പലപ്പോഴും നാളത്തെ അധ്യാപകരായി മാറേണ്ട ആളുകളാണ്. അപ്പോൾ അത് ഞങ്ങളുടെ ഉള്ളിലേക്ക് അവർ ബോധപൂർവം കുത്തി ഇറക്കുകയാണ്. അതിനോട് ഞങ്ങൾ ഓരോ ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ എത്രമാത്രം നീതി പുലർത്തുന്നു, അല്ലെങ്കിൽ അതിനോട് നമ്മൾ എത്രമാത്രം ചേർന്ന് നിൽക്കുന്നു എന്നത് മാത്രം പരിശോധിക്കപ്പെട്ടാൽ മതി എന്നതാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമായി നമ്മുടെ സർക്കാർ പോലും പറഞ്ഞു വെച്ചിട്ടുള്ളത് രാഷ്ട്രത്തിന് നല്ലൊരു പൗരനെ സൃഷ്ടിച്ചെടുക്കുക, അല്ലെങ്കിൽ നല്ലൊരു പൗരനെ സമ്മാനിക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ക്ലാസ് മുറിയിലെ 4 ചുവരുകൾക്കുള്ളിൽ നിന്നും ഒരു നല്ല വിദ്യാർത്ഥിയോ ഒരു നല്ല കുട്ടിയോ രൂപപ്പെടുന്നില്ല. അതിന് അവന് സമൂഹവുമായിട്ടുള്ള അറിവ് വേണം, അവന് സാമൂഹിക വിദ്യാഭ്യാസം കൂടി ആവശ്യമാണ്. താൻ ജീവിക്കുന്ന സമൂഹം എന്താണെന്നും അതിൽ തൻ്റെ റോൾ എന്താണെന്നും കൂടി ആ കുട്ടി മനസ്സിലാക്കണം. അവിടെയാണ് ഒരു നല്ല വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു നല്ല കുട്ടി അല്ലെങ്കിൽ ഒരു നല്ല പൗരൻ സൃഷ്ടിക്കപ്പെടുന്നത്. അത്തരത്തിലൊരു വിദ്യാഭ്യാസം കൊടുക്കുന്ന അധ്യാപകരായിട്ട് മാറാനാണ് നമ്മൾ പലപ്പോഴും ശ്രമിക്കേണ്ടത്. നമ്മളെപ്പോഴും 2 കാറ്റഗറിയായിട്ട് തിരിക്കപ്പെടുന്നുണ്ട്. ഒന്ന്, വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിഭാഗവും അധ്യാപകർ എപ്പോഴും പഠിപ്പിക്കുന്ന ഒരു വിഭാഗവുമായിട്ടാണ് നാം കണക്കാക്കപ്പെടുന്നത്. ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും അതങ്ങനെയല്ല. അധ്യാപകർ പഠിക്കേണ്ടത് ആവശ്യമാണ്. വിദ്യാർത്ഥി പഠിക്കുന്നതോടൊപ്പം തന്നെ അധ്യാപകരും പഠിക്കണം. കാരണം അധ്യാപകൻ ഓരോ ദിവസവും പുതിയ അറിവുകൾ നേടുമ്പോൾ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് പുതിയ അറിവുകൾ സമ്മാനിക്കാനും പുതിയ വഴികൾ തുറന്നു കാട്ടിക്കൊടുക്കാനും സാധിക്കുന്നത്. അവിടെയാണ് നല്ലൊരു അധ്യാപനം ഉണ്ടാവുന്നത്. അറിവിന്റെ കാര്യത്തിൽ നമ്മൾ ആരും പൂർണ്ണരല്ല. ജനനം മുതൽ മരണം വരെ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഓരോ അധ്യാപകരും പുതിയ പുതിയ അറിവുകൾ ആർജിച്ചെടുത്താൽ മാത്രമേ കുട്ടികൾക്ക് പുതിയ പുതിയ അറിവുകൾ സമ്മാനിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നല്ലൊരു വേനൽക്കാലത്ത് ഒരു പൊതു സ്ഥലത്ത് ഒരു പാത്രം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിന്റെ മേലെ ഒരു അടപ്പുണ്ട്. ആ അടപ്പിന് മുകളിലായിട്ട് ഒരു ഗ്ലാസ് ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടൊരു വേനൽക്കാലത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് നല്ല ചൂടാണ്, മറ്റൊന്ന് ദാഹമാണ്. അപ്പൊ ഇത് കാണുന്ന കുറെ മനുഷ്യർ ഇതിൽ വെള്ളമാണെന്ന് കരുതി അതിന്റെ അടുത്തേക്ക് ഓടിയെത്തുന്നുണ്ട്. അവരുടെ ദാഹം ശമിപ്പിക്കണം എന്നുള്ള ഒരു ലക്ഷ്യവുമായിട്ട്. അങ്ങനെ അവർ വന്നു, മുകളിൽ കമഴ്ത്തി വെച്ച ഗ്ലാസ് എടുത്ത് കയ്യിൽ പിടിച്ചു, പാത്രത്തിന്റെ അടപ്പ് മാറ്റി വെള്ളമെടുക്കാൻ കൈയിട്ടപ്പോഴാണ് പാത്രത്തിൽ വെള്ളമില്ലെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി. ഇതുപോലെ തന്നെയാണ് ഓരോ അധ്യാപകരും എന്ന് പറയുന്നത്. അധ്യാപകന്റെ അറിവാകുന്ന പാത്രം എപ്പോഴും സമ്പന്നമായിരിക്കണം. അത്തരം സമ്പന്നമായ പാത്രങ്ങളിൽ നിന്ന് മാത്രമേ നല്ല വിദ്യാഭ്യാസം, ഏറ്റവും മികച്ച അറിവുകൾ വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെയാണ് ഒരു അധ്യാപകൻ വിജയിക്കുന്നത്. നമ്മൾ തീരുമാനിക്കേണ്ടത് കേവലം കുട്ടിക്ക് ആശയങ്ങൾ മാത്രം എത്തിക്കുന്ന ഒരു അധ്യാപകനാവണോ, അതോ അതിനും അപ്പുറം കുട്ടിയിൽ നല്ല സ്വാധീനങ്ങൾ ചെലുത്തുന്ന ഒരു മികച്ച അധ്യാപകനായിട്ട് മാറണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഒരു ക്ലാസ്സിൽ നാളെ ഇപ്പം ഞങ്ങൾ അവിടെ സംസാരിക്കാൻ, ഞങ്ങൾ അവിടെ 55 കുട്ടികളുണ്ട്. അപ്പൊ ഈ 55 കുട്ടികളും നാളെ ഞങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ ഒരു സമൂഹം കാണുന്നത്
നാളത്തെ അധ്യാപകരായിട്ടാണ്. അപ്പോൾ ഞങ്ങളൊരു 30 കുട്ടികൾ, അതായത് ഒരു 30 കുട്ടികളുള്ള ഒരു ക്ലാസ്സിന്റെ ഒരു അധ്യാപികയായിട്ടാണ് നാളെ നമ്മൾ മാറുന്നതെങ്കിൽ ആ ക്ലാസ്സിലിരിക്കുന്ന 30 കുട്ടികളെയും ഒരുപോലെ കാണണം, ഒരുപോലെ സ്നേഹിക്കണം. പക്ഷെങ്കിൽ ഒരുപോലെ പരിഗണിക്കാൻ സാധിക്കില്ല. കാരണം ഒരുപോലെ പരിഗണിക്കരുത് എന്ന് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, പാത്രം അറിഞ്ഞു വിളമ്പാൻ ഒരു അധ്യാപകന് സാധിക്കണം എന്നുള്ളതാണ്. ക്ലാസ്സിലെ ഓരോ കുട്ടിയും വ്യത്യസ്തനാണ്. നമ്മളെല്ലായ്പ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്നുള്ളത്. പക്ഷെ അത് എത്രമാത്രം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഓരോ അധ്യാപകരും ക്ലാസ് എടുക്കുന്നത് എന്ന്, അല്ലെങ്കിൽ ക്ലാസ് മുറിയിലേക്ക് കടന്നു ചെല്ലുന്നത് എന്ന് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. കാരണം ഒരു ക്ലാസ്സിൽ 30 കുട്ടികളുണ്ടെങ്കിൽ ഒരു കുട്ടിക്കുള്ള കഴിവായിരിക്കില്ല മറ്റൊരു കുട്ടിക്ക് ഉണ്ടാവുക. ഈ 2 കുട്ടിക്കും ഇല്ലാത്തൊരു കഴിവാണ് മൂന്നാമതൊരു കുട്ടിക്ക് ഉണ്ടാവുക. അപ്പോൾ ആ കുട്ടിയെ, ഓരോ കുട്ടിയും എന്താണെന്ന് മനസ്സിലാക്കി ഓരോ കുട്ടിയെ പരിഗണിക്കാനും അധ്യാപകന് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ അധ്യാപകന് സാധിക്കണം. പക്ഷെ ഒരുപോലെ പരിഗണിച്ചു കഴിഞ്ഞാൽ ഏറ്റവും താഴ്ന്നവൻ താഴ്ന്നു തന്നെയും ഏറ്റവും ഉയർന്നവൻ ഉയർന്നു തന്നെയും ഇരിക്കും. ഒരിക്കലും ക്ലാസ്സിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിക്ക്, നന്നായി പഠിക്കുന്നവന് അധ്യാപകന്റെ ഒരു വലിയ സഹായത്തിന്റെ ആവശ്യമില്ല. അവനൊരു ചെറിയ കരുതലിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. എന്നാൽ പഠനത്തിൽ കുറച്ച് പിന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടിക്ക് അധ്യാപകന്റെ ഏറ്റവും വലിയ സഹായം ആവശ്യമുണ്ട്. അവനെ സഹായിച്ചുകൊണ്ട്, അവനെ കണ്ടെത്തിക്കൊണ്ട്, അവനെ മറ്റുള്ളവർക്കൊപ്പം കൊണ്ടുവരാനാണ് ഓരോ അധ്യാപകരും ശ്രമിക്കുക. അവിടെയാണ് ഒരു മികച്ച അധ്യാപകൻ ഉണ്ടാവുന്നത്. നല്ല ശിഷ്യന്മാരുണ്ടെങ്കിൽ ഗുരുക്കന്മാര് ലോകം അറിയപ്പെടും എന്നുള്ള ഒരു സത്യമുണ്ട്. അതിനൊരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ശ്രീരാമകൃഷ്ണ പരമഹംസന്റെയും വിവേകാനന്ദന്റെയും കഥ. ഒരു വലിയ ഗുരുശിഷ്യ ബന്ധത്തിന്റെ ഏറ്റവും ഹൃദയഹാരിയായ കഥ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നരേന്ദ്രനാഥ് ദത്ത ഇന്ന് നമ്മൾ അറിയപ്പെടുന്നത് വിവേകാനന്ദ സ്വാമികൾ എന്നാണ്. നമ്മൾ ചരിത്ര താളുകളിലൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് അങ്ങനെയാണ്. നരേന്ദ്രനാഥ് ദത്ത എന്ന വിശ്വാസമില്ലാത്ത ചെറുപ്പക്കാരൻ എങ്ങനെ വിവേകാനന്ദ സ്വാമികളായി മാറി എന്നുള്ളതാണ്. ഒരു 10-24 വയസ്സ് വരെ ഒരു ദൈവത്തിൽ വിശ്വാസമില്ലായിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു നരേന്ദ്രനാഥ് ദത്ത, അതായത് വിവേകാനന്ദൻ എന്ന് പറയുന്നത്. വിവേകാനന്ദൻ കാണുന്നവരുടെ എല്ലാവരോടും ചോദിക്കുന്ന ഒരു സംശയം, നിങ്ങൾ വിശ്വാസിയാണോ എന്നുള്ളതാണ്. ആളുകൾ സ്വാഭാവികമായിട്ടും വിശ്വാസിയാണെന്ന് മറുപടി പറയുമ്പോൾ നിങ്ങൾ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ എന്നുള്ള അടുത്ത ചോദ്യം വരും. അപ്പൊ അതിനു മുന്നിൽ പലരും പകച്ചു പോയിട്ടുണ്ട്. ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല എന്ന് പറയും. പിന്നെ നിങ്ങൾ എങ്ങനെ വിശ്വാസിയായി? അങ്ങനെ ഒരു കുറെ അലച്ചിലുകൾക്ക് ശേഷമാണ് വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ മുന്നിൽ എത്തിപ്പെടുന്നത്. നിങ്ങൾ വിശ്വാസിയാണോ എന്നുള്ള ചോദ്യത്തിന് ശ്രീരാമകൃഷ്ണ പരമഹംസൻ ഒരു ചെറുപുഞ്ചിരിയോടെ അതേ എന്ന് മറുപടി പറഞ്ഞു. വിവേകാനന്ദന്റെ അടുത്ത ചോദ്യം ഉയർന്നു, നിങ്ങൾ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ? അതെ, ഞാൻ ദൈവത്തിനെ കണ്ടിട്ടുണ്ട്. ഒരു നിമിഷം ആ ചെറുപ്പക്കാരൻ നമ്പരുന്നു. ആദ്യമായിട്ടാണ് അയാൾ ചോദിച്ച ചോദ്യത്തിന് ഇങ്ങനെ ഒരു മറുപടി കിട്ടുന്നത്. നമ്മുടെ വിവേകാനന്ദൻ ഒട്ടും പുറകെ ആയിരുന്നില്ല. അടുത്ത ചോദ്യം ഉയർന്നു, എങ്കിൽ എനിക്കൊന്ന് കാണിച്ചു തരാമോ? തീർച്ചയായും, നിന്റെ 2 കണ്ണുകളും അടച്ച് എന്റെ കൈകളിലെ കൈ ചേർത്ത് വെക്കൂ, ഞാൻ നിനക്ക് ദൈവത്തിനെ കാണിച്ചു തരാം. ആ ഒരു കാര്യത്തിന് ശേഷമാണ് നരേന്ദ്രനാഥ് ദത്ത അല്ലെങ്കിൽ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന ആ ചെറുപ്പക്കാരൻ വിശ്വാസിയായിട്ട് മാറുന്നതും പിന്നീട് വിവേകാനന്ദ സ്വാമിയായിട്ട് മാറുന്നതും. ഇത് കഥയാവാം, ഇത് വിശ്വസിക്കാതിരിക്കാം. പക്ഷെ എന്തുകൊണ്ട് നാം ചിന്തിക്കേണ്ടത് അവിടെയാണ്. അതിനുശേഷമാണ് വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ പരമഹംസനെ തന്റെ ശിഷ്യനായിട്ട്, തന്റെ ഗുരുവായിട്ട് കാണുന്നതും ആ ഒരു ഗുരുശിഷ്യ ബന്ധം അത്രമേൽ വളരുന്നതും. എന്തുകൊണ്ട് ഒരുപാട് അധ്യാപകരുണ്ടായിട്ടും വിവേകാനന്ദന്റെ ജീവിതത്തിൽ ഒരുപാട് ഗുരുക്കന്മാർ അല്ലെങ്കിൽ ഒരുപാട് അധ്യാപകർ കടന്നുപോയിട്ട് എന്തുകൊണ്ട് ശ്രീരാമകൃഷ്ണ പരമഹംസൻ മാത്രം വിവേകാനന്ദന്റെ പ്രിയപ്പെട്ട അധ്യാപകനായി വിവേകാനന്ദന്റെ മനസ്സിൽ ജീവിക്കുന്നു എന്നുള്ളിടത്ത് നമ്മൾ വീണ്ടും വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. നമ്മൾ ഒരു മികച്ച അധ്യാപകരാണോ അല്ലെങ്കിൽ ഒരു മികച്ച അധ്യാപകനാണോ എന്നുള്ളത്. ഞാൻ പറഞ്ഞു, വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്ന് പറയുന്ന ആള് ലോക പ്രശസ്തനല്ല. പക്ഷെ അദ്ദേഹം ചരിത്രത്തിൽ ഇടം നേടിയത് തന്റെ പ്രിയ ശിഷ്യനിലൂടെയാണ്. വിവേകാനന്ദൻ ലോക പ്രശസ്തനായ മനുഷ്യനാണ്. ലോകമെമ്പാടും ചുറ്റി നടന്നുകൊണ്ട് അദ്ദേഹം ഒരുപാട് മിഷനുകളും മഠങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. ആ സ്ഥാപനങ്ങൾക്കൊന്നും അദ്ദേഹം നൽകിയ പേര്
വേറൊന്നുമായിരുന്നില്ല, തൻ്റെ പ്രിയപ്പെട്ട ഗുരുവിൻ്റെ പേര് ചേർത്തുകൊണ്ടായിരിക്കും നമുക്ക് സുപരിചിതമായ ആ പേര് രാമകൃഷ്ണ മിഷൻ എന്നുള്ളത്. അത്തരത്തിൽ ശ്രീരാമകൃഷ്ണ പരമഹംസൻ വിവേകാനന്ദൻ എന്ന ശിഷ്യന്റെ മനസ്സിൽ ജീവിച്ചിരുന്നത് പോലെ ജീവിക്കാൻ നമുക്ക് ഓരോ അധ്യാപകർക്കും സാധിക്കണം എന്നുള്ളതാണ്. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു വെച്ചു ഈ ശ്രീരാമകൃഷ്ണനെ കുറിച്ചും വിവേകാനന്ദനെ കുറിച്ചൊക്കെ. ഒരു ദിവസം നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും മനുഷ്യരാണ്, തെറ്റുപറ്റാത്ത മനുഷ്യരില്ല. മനുഷ്യര് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോഴും അത് തിരുത്തുമ്പോഴുമാണ് എന്താവുന്നത് ഈ ഒരു തെറ്റുകൾ നമുക്ക്, അതായത് ഒരാൾ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുമ്പോഴാണ് നമ്മൾ തെറ്റുകൾ തിരുത്തപ്പെടുന്നത് എന്ന് പറയുന്നത്. ഒരു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ മുന്നിലിരിക്കുന്ന ഒരു കുട്ടിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനും അത് നല്ല രീതിയിൽ തിരുത്തി കൊടുക്കാനും നേർവഴി കാണിച്ചു കൊടുക്കാനും ഒരു നല്ല അധ്യാപകന് സാധിക്കണം. അത്തരത്തിലുള്ള അധ്യാപകരാവാൻ എന്ത് ചെയ്യണം, നമുക്ക് മാറണം. നമ്മൾ അതിന് അധ്യാപകരാദ്യം തങ്ങളുടെ തെറ്റുകൾ മനുഷ്യ സഹജമാണ്. അത് പറ്റുന്നത് ഒരു തെറ്റായ കാര്യമാണ്. ആ തെറ്റുകൾ മനസ്സിലാക്കണം. ഒരധ്യാപകൻ ആദ്യം തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കാൻ അത് തിരുത്തപ്പെടാൻ സാധിച്ചാൽ മാത്രമേ വിദ്യാർത്ഥിയുടെ അല്ലെ തൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടിയുടെ തെറ്റ് തിരുത്താനും അത് അവരെ നേർവഴിയിലേക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ. അതിനൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച കഥയിലെ ശ്രീരാമകൃഷ്ണ പരമഹംസൻ ഒരു ദിവസം ഒരമ്മയും കുഞ്ഞും, അദ്ദേഹം നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ഗുരുവാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ എന്താണ്, ഒരാൾക്കൊരു ദുശ്ശീലമോ ഒരു തെറ്റൊക്കെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു നാട്ടിലെ ഒരു പ്രഗത്ഭനായ ഒരു മനുഷ്യനെ കൊണ്ട് ഉപദേശിച്ചാൽ അത് മാറും എന്നുള്ളൊരു വിശ്വാസം. കാതങ്ങൾ താണ്ടി ഇന്നത്തെ പോലെയല്ല, വലിയ യാത്രാ സൗകര്യങ്ങളൊന്നുമില്ല. ഒരു അമ്മ മകനെയും കൊണ്ട് ഈ ഗുരുവിന്റെ അടുത്ത് ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ അടുത്ത് എത്തിയിട്ട് പറയുകയാണ്, ഗുരു, ഞാൻ ദൂരെ നിന്നാണ് വരുന്നത്. എൻ്റെ മകന് 2 ദുശ്ശീലങ്ങളുണ്ട്. ഒന്നിവൻ നഖം കടിക്കും, മറ്റൊന്നിവൻ ശർക്കര തിന്നും എന്നുള്ളതാണ്. ഒരു നിമിഷം ഒന്ന് ആലോചിച്ചതിന് ശേഷം ഗുരു പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് വരും. ഈ അമ്മയൊന്ന് അമ്പായിരുന്നു, എന്നാലും ഒരു ഗുരു പറഞ്ഞതാണല്ലോ, നാട്ടിലെ വലിയൊരു മനുഷ്യൻ. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ അദ്ദേഹം പറയില്ല. ഈ അമ്മ നടന്നാണ് വന്നത്, ഈ അമ്മ തിരിച്ചു പോവുകയാണ്, ഈ മകനെയും കൊണ്ട് തിരിച്ചുപോയി. ഗുരു പറഞ്ഞതുപോലെ തന്നെ ഒരു 5 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മയും മകനും വീണ്ടും തിരിച്ചെത്തിയിട്ട് ഗുരുവിനോട് പറഞ്ഞു, ഞങ്ങൾ ഇന്നും വന്നു, ഗുരു 5 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞതാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഗുരു ഇനി എന്തെങ്കിലും ഒന്ന് ചെയ്താൽ, ഗുരു പതുക്കെ മകന്റെ തലയിലൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു, മകനെ, ഇനി നാളെ മുതൽ നീ ശർക്കര തിന്നാനോ അല്ലെങ്കിൽ നഖം കഴിക്കാനോ പാടില്ല, ഇത് 2 ദുശീലങ്ങളാണ് എന്നുള്ളത്. ഈ അമ്മയൊന്ന് അമ്പായിരുന്നു. നമ്മുടെ നാട്ടിലെ അമ്മമാരാണെങ്കിൽ ഗുരുവിനിട്ടൊന്ന് 2 അടി കൊടുത്തതിന് ശേഷമേ തിരിച്ചു പോരൂ. ഈ അമ്മ ഒരു നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം ഗുരുവിനോട് ചോദിച്ചു, ഞാൻ എത്ര കാലങ്ങൾ താണ്ടിയാണ് ഇവിടെ എത്തുന്നതെന്നും എൻ്റെ യാത്രാ പ്രശ്നമൊക്കെ അങ്ങേക്ക് അറിയാം. എന്തുകൊണ്ട് ഈ ഒരു വാക്ക് അന്ന് ഞാനും മകനും വന്ന സമയത്ത് ഗുരുവിന് പറയാമായിരുന്നില്ലേ എന്ന ചോദ്യത്തിന് ഒരു ചെറു പുഞ്ചിരിയോടെ അമ്മയോട് ഗുരു നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു, നിങ്ങളുടെ മകനെയും കൊണ്ടുവരുന്നത് വരെ ഈ 2 ശീലങ്ങളും എനിക്കുണ്ടായിരുന്നു. അതുവരെ ഈ 2 ശീലങ്ങളും ദുശീലങ്ങളായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നിലെ ഒരു കുറവ്, എന്നിലെ ആ ശീലം വെച്ചുകൊണ്ട് ഒരു ഗുരു എന്ന രീതിയിൽ നിങ്ങളുടെ മകനെ ഉപദേശിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. അവിടെ ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ള എൻ്റെ ബോധ്യത്തിൽ നിന്നാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞു. അവിടെ വീണ്ടും നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാവുകയാണ്. അല്ലെങ്കിൽ നമ്മൾ സ്വയം വിലയിരുത്തേണ്ട, അല്ലെങ്കിൽ ഒരു അധ്യാപകരായവരും ഒക്കെ സ്വയം വിലയിരുത്തേണ്ട ഒരു കാര്യം കൂടിയാണ്. നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കുകയും അത് തിരുത്തപ്പെടുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളെ നല്ല രീതിയിൽ ഉപദേശിക്കാൻ, അവരുടെ തെറ്റുകൾ തിരുത്താനും നേർവഴി കാണിച്ചു കൊടുക്കാനും സാധിക്കുന്നത് എന്ന് പറയുന്നു. ഒരു ക്ലാസ് മുറിയും ഒരു നല്ല അധ്യാപകൻ, ഒരു വിദ്യാലയവും ഒക്കെ വിദ്യാർത്ഥിയിൽ ചെലുത്തുന്ന സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഞാനൊരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കണക്കിൽ അത്യാവശ്യം നന്നായിട്ട്, അതായത് അത്യാവശ്യം എനിക്ക് നല്ല പ്രശ്നമുള്ള ഒരാളായിരുന്നു. കണക്കിനെ പറ്റി വലിയ ഒരു ഐഡിയ ഒന്നും ഇല്ലാത്ത, കണക്കിൽ പിന്നോക്കമായിട്ടുള്ള ഒരു കുട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ 9ാം ക്ലാസ്സിൽ നമ്മളെപ്പോഴും കാണുന്നത് ഒരു 10ാം ക്ലാസ്സിലേക്കുള്ള ഒരു വലിയ ചവിട്ടുപടിയായിട്ടാണ്.
അപ്പോൾ ഇങ്ങനെ ഒരു 9ാം ക്ലാസ്സിലെത്തിയ സമയത്ത് നമ്മുടെ ക്വാർട്ടർലി എക്സാം, അതായത് ഓണപ്പരീക്ഷ കഴിഞ്ഞു. 80ലാണ് പരീക്ഷ. അപ്പോൾ 80 കണക്കിൽ 13 മാർക്കുമായിട്ട് ഞാനിങ്ങനെ നിന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും PTA മീറ്റിംഗ് വിളിച്ച് ചേർക്കും. അപ്പോൾ PTA മീറ്റിംഗ് വിളിച്ച് ചേർത്തു. എൻ്റെ അച്ഛനാണ് PTA മീറ്റിങ്ങിന് വന്നത്. രക്ഷിതാക്കളൊക്കെ ഉണ്ട്. ഇന്നത്തെ പോലെയല്ല, കുട്ടീനെ രക്ഷിതാവിൻ്റെ കൂടെ ഇരുത്തും, പ്രോഗ്രസ് കാർഡ് ഉണ്ടാവും. അപ്പം എൻ്റെ ക്ലാസ് ടീച്ചറാണ് എനിക്ക് കണക്കെടുക്കുന്നത്. അതിലാണ് ഞാൻ 15 മാർക്ക് വാങ്ങി, 80 15 മാർക്ക് വാങ്ങി നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ രക്ഷിതാക്കളുണ്ട്, ക്ലാസ്സിലെ കുട്ടികളുണ്ട്, ക്ലാസ്സിൻ്റെ ടീച്ചറുണ്ട്. അപ്പോൾ ഒരു രക്ഷിതാവ് എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു അച്ഛൻ എന്ന നിലയിൽ എൻ്റെ അച്ഛൻ ടീച്ചറിനോട് ചോദിച്ചു. എല്ലാവരും ചോദിക്കുന്നുണ്ട് അക്ഷയ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചതിന് ടീച്ചർ ഉടനടി മറുപടി പറഞ്ഞു, അക്ഷയ വളരെ മോശം വിദ്യാർത്ഥിനിയാണ്. ഒരു നിമിഷം ഞാനൊന്ന് പകച്ചുപോയി. എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും നല്ല സുഹൃത്താണ്. പക്ഷെ അച്ഛൻ ഒരു നിമിഷം ഒന്നും അതായത് തിരിച്ചൊന്നും പറയാതിരുന്നപ്പോൾ ഞാൻ എല്ലാം അവിടെ അവസാനിച്ചു. കാരണം ഒരു അധ്യാപികയാണ്, ഒരു ക്ലാസ് ടീച്ചറാണ് പറയുന്നത് ഒരു അച്ഛൻ്റെ ചോദ്യത്തിന് ഈ കുട്ടി ഏറ്റവും മോശം വിദ്യാർത്ഥിനിയാണെന്നുള്ളത്. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ഒന്നും ഉണ്ടായില്ല. അച്ഛൻ അവിടെ നമ്മുടെ എല്ലാവരുടെയും മാർക്കുകൾ രേഖപ്പെടുത്തി വെച്ചൊരു പേപ്പർ ഉണ്ട്. അത് ടീച്ചറുടെ മുന്നിലേക്ക് നീട്ടിയിട്ട് അച്ഛൻ ചോദിച്ചു, ഇതിൽ അക്ഷയയ്ക്ക് കണക്കിൽ മാത്രമാണ് മാർക്ക് കുറവുള്ളത്. ഒരു ക്ലാസ് ടീച്ചർ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു അധ്യാപിക എന്നുള്ള രീതിയിൽ നിങ്ങൾ അത് മാത്രം ശ്രദ്ധിച്ചില്ല എന്നുള്ളത് ആദ്യത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഒരിക്കലും ഒരു നല്ല അധ്യാപിക ഒരു കുട്ടിയെയും മോശം വിദ്യാർത്ഥിനി എന്ന് പറയാൻ പാടില്ല. അവിടെ പരാജയപ്പെടുന്നത് ആ വിദ്യാർത്ഥിനിയല്ല, ആ അധ്യാപകരാണ്. ഒരിക്കലും മുന്നിലിരിക്കുന്ന ഒരു കുട്ടിയും പരാജയമല്ല. അവർക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് നമ്മുടെ അധ്യാപകരുടെ ചുമതലയാണ്. ഏറ്റവും മികച്ച വിദ്യാർത്ഥിയിൽ അധ്യാപകന് ഒരു മാറ്റവും ഉണ്ടാക്കാൻ സാധിക്കില്ല. അധ്യാപകന് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നത് ക്ലാസ്സിലെ ഏറ്റവും മോശപ്പെട്ട വിദ്യാർത്ഥിനി. ആ വിദ്യാർത്ഥിയിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടാക്കുമ്പോഴാണ് ഒരു അധ്യാപകൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു നല്ല അധ്യാപകൻ എന്ന രീതിയിൽ അയാൾ വിജയിക്കുന്നത്. അന്ന് അത് ടീച്ചർക്ക് അച്ഛൻ മനസ്സിലാക്കി കൊടുത്താണ്. എൻ്റെ അച്ഛൻ എനിക്കൊരു പ്രശ്നമല്ലാത്ത ഇരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എന്നെ മനസ്സിലാക്കിയത് കൊണ്ട് എനിക്ക് എന്നതോടെ ഒരു വലിയ ബുദ്ധിമുട്ടായിരുന്നില്ല. പക്ഷെ ആലോചിക്കേണ്ട ഒരു കാര്യം, 10-14 വയസ്സുള്ള പ്രായക്കാരിയായ ഒരു ചെറുപ്പക്കാരി, ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് അവളുടെ വിദ്യാലയത്തിൻ്റെ, അല്ലെങ്കിൽ അവളുടെ സ്കൂളിൻ്റെ, അല്ലെങ്കിൽ അവളുടെ മുന്നോട്ടുള്ള സ്വപ്നങ്ങളുടെ അപ്പുറത്ത് ഒരു കുത്തിട്ടുകൊണ്ട് ടീച്ചർ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് തന്നു. അതിനുശേഷം ഞാനൊരു 2 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഹയർ സെക്കൻഡറിയിലെത്തി. എവിടെയാണെങ്കിലും ഈ മാർക്ക് എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ്. മാർക്ക് എപ്പോഴും കുട്ടീനെ ഇങ്ങനെ, ഒരു വിദ്യാലയങ്ങൾ പലപ്പോഴും മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികളെ വിലയിരുത്തുക. അത്തരത്തിലുള്ള അധ്യാപകരാവരുത് എന്നും കൂടിയാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. അപ്പം +2 എന്ന് നമ്മൾ കാണുന്നത് എപ്പോഴും ഫുൾ A+ വാങ്ങുന്ന കുട്ടികളെന്നാണ്. 2 വർഷത്തെ മാർക്കുകൾ ചേർത്ത് വെച്ചാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഫൈനൽ റിസൾട്ട് വരുന്നത്. അപ്പോൾ +1 ഇതുപോലെ തന്നെ ഒരു ഫസ്റ്റ് സെമ്മിന്റെ റിസൾട്ട് വന്നപ്പോൾ 3 വിഷയങ്ങൾ, 6 വിഷയങ്ങളിൽ 3 വിഷയങ്ങളിൽ A+, 2 വിഷയങ്ങളിൽ B+, 1 വിഷയങ്ങളിൽ A ഗ്രേഡുമായിട്ട് അക്ഷയ എന്ന വിദ്യാർത്ഥി വീണ്ടും അവിടെ അങ്ങനെ നിന്നു. അന്നും അവിടെ ഉണ്ടായിരുന്ന കുറേ ടീച്ചർമാർ പറഞ്ഞു, ഇനി അക്ഷയ്ക്ക് ഫുൾ A+, കാരണം അവർ എന്നിലേക്കും ഒരു ഫുൾ A+ന്റെ സാധനം കുത്തിവെച്ചിരുന്നു. അപ്പോൾ ഫുൾ A+ എന്ന് പറഞ്ഞൊരു കാര്യം ഇനി അക്ഷയ്ക്ക് വാങ്ങാൻ സാധിക്കില്ല. കാരണം വെച്ചാൽ 3 A+ ഉള്ളൂ, നിലവിൽ 2 B+ ഉണ്ട്. ആ B+ എത്ര നോക്കിയാലും A ഗ്രേഡിലേക്കോ A+ലേക്കോ, കേവലം A+ അത് എത്തിയേക്കാം, പക്ഷേ A ഗ്രേഡിലേക്ക് അത് എത്തിയേക്കാം. A+ എത്തില്ല, അത്ര എളുപ്പമല്ല. ഇനി കുട്ടിക്ക് ഫുൾ A+ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. PTA മീറ്റിംഗ്, അമ്മയാണ് PTA മീറ്റിങ്ങിന് വന്നത്. അമ്മേനോട് എൻ്റെ കുറേ ടീച്ചർമാരത് പറഞ്ഞപ്പോൾ അമ്മ അതിനെ അച്ഛൻ അതിനെ നോക്കിക്കണ്ടതുപോലും അമ്മ അതിനെ നോക്കിയില്ല. അമ്മ അതിനെ അതവിടെ ഒഴിവാക്കിയിട്ടാണ് അമ്മ തിരിച്ചു പോരുന്നത്. അപ്പോൾ എനിക്ക് അവിടെ ഒരു പൊളിറ്റിക്സിൻ്റെ അധ്യാപകനുണ്ടായിരുന്നു, ഹംസ സാർ എന്ന് പറയുന്നത്. ഒരുപാട് ഞാൻ പോയ കൊല്ലമാണ് സാർ അവിടത്തേക്ക് പോയതിനു ശേഷം വീണ്ടും തിരിച്ചു വരുന്നത്. വലിയൊരു ബന്ധമൊന്നും, ഒരു അധ്യാപക വിദ്യാർത്ഥി നല്ല ബന്ധമൊന്നും സാറുമായിട്ടില്ല. പക്ഷെങ്കിൽ എന്തോ സാറോ ക്ലാസ്സിലെ ഓരോ കുട്ടിയെയും കാണുന്നുണ്ടായിരിക്കാം. ഒരു ദിവസം എന്നെ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എന്താണ് അക്ഷയ മാർക്കിൻ്റെ സ്ഥിതി? ഞാൻ ചെറിയ തിരക്കിലായ സമയത്ത്
എനിക്കത് നോക്കാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെയാണ്. അപ്പം ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാറിനോട് പറഞ്ഞു. 3 വിഷയം ഇങ്ങനെ നിൽക്കുകയാണ്, ഇനി ഒരു A+ ഒന്നും വേണ്ട എന്നുള്ള കാര്യം എല്ലാവരും ഉറപ്പിച്ചു, ടീച്ചേഴ്സൊക്കെ. അങ്ങനെയാണ് അതിനെ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ സാർ എന്നോട് പറഞ്ഞു, ഈ 3 വിഷയങ്ങളും ഇമ്പ്രൂവ് ചെയ്യും. 3 വിഷയങ്ങൾ ഇമ്പ്രൂവ് ചെയ്തിട്ട് ഇനി അതിലൊരു വലിയ മാറ്റമൊന്നും വരാനില്ല. അപ്പോൾ എന്നോട് സാറ് ഞാൻ പറഞ്ഞാൽ എങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് A+ എത്താൻ പോകുന്നില്ല സാർ, പിന്നെ ഞാനത് ചെയ്തിട്ട് എന്താണ് കാര്യം എന്നുള്ള എൻ്റെ ചോദ്യത്തിന് സാർ തന്ന മറുപടി, ഈ 3 മാർക്ക് ഓരോ വിഷയത്തിലും ഓരോ മാർക്ക് വീതം കൂടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നോട് ഇമ്പ്രൂവ് ചെയ്യാൻ പറയുന്നത്. ആ 3 ഓരോ വിഷയത്തിൽ ഓരോ മാർക്ക് വെച്ച് കൂടുന്നത് നിനക്ക് 3 മാർക്ക് വീതം കൂടും. ആ 3 മാർക്കിന് വേണ്ടി നിനക്ക് പഠിക്കാൻ കഴിയുമെങ്കിൽ നീ എന്ത് ചെയ്യാം, നീ ഇമ്പ്രൂവ് ചെയ്ത് ധൈര്യമായിട്ട് പോകും. അപ്പം എനിക്കൊരു ചിരിയാണ് ആദ്യം മനസ്സിൽ വന്നത്. ഈ 3 മാർക്കിന് വേണ്ടിയിട്ടാണോ ഞാൻ പഠിക്കേണ്ടത്? അന്ന് സാർ എന്നോട് പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, ഈ 3 മാർക്കിൽ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാളെ നീ 10ഓ 15ഓ പേരുടെ പുറകിൽ പോകാൻ പോകുന്നത് 1 മാർക്കിന്റെ വ്യത്യാസത്തിലായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അന്ന് നിനക്ക് ഈ 3 മാർക്കിന്റെ വില എന്താണെന്ന് മനസ്സിലാവും. അന്ന് ആ സാറ് തന്ന വിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ പിന്നീട് എന്ത് ചെയ്യുന്നത്, ആ 3 വിഷയങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നതും ആ 3 വിഷയങ്ങളും A+ ആയിട്ട് മാറുകയും ചെയ്യും. എൻ്റെ വീട്ടിലെ സംബന്ധിച്ച് എന്നോട് ഇത് ഇമ്പ്രൂവ് ചെയ്യാനോ A+ ആക്കാനോ അവർ പറയില്ല. കാരണം എന്നെ പഠിപ്പിച്ചത് ഒരിക്കലും A+ വാങ്ങിക്കാൻ വേണ്ടിയിട്ടല്ല, ഗവൺമെൻറ് കോളേജിൽ പഠിക്കുക അല്ലെങ്കിൽ അതായത് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ പഠിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ്. അതുകൊണ്ട് അച്ഛനൊന്നും ഒരിക്കലും എന്നോട് A+ ആക്കാൻ വേണ്ടി ഇമ്പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അന്ന് നിഷ ടീച്ചർ ഇട്ട് തന്ന ആ ഒരു കുത്ത്, ആ ഫുൾ സ്റ്റോപ്പ് അംസമാഷ് എന്ത് ചെയ്തു, ഒരു കോമയാക്കി മാറ്റി. ആ കോമയിൽ ഒരു വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. അവിടെ വീണ്ടും പൂരിപ്പിക്കപ്പെടുകയാണ് കാര്യങ്ങൾ. ആ കോമയിൽ പിടിച്ചുകൊണ്ടാണ് പിന്നീട് എനിക്ക് ഫുൾ A+ കിട്ടിയത്. എൻ്റെ ഫുൾ A+ന്റെ വിഷയമല്ല ഞാൻ സംസാരിച്ചത്. കാരണം രണ്ടും അധ്യാപകരാണ്, രണ്ടുപേരും ചെയ്യുന്നത് ഒരു ജോലിയാണ്. പക്ഷെ അവർ രണ്ടുപേരും എങ്ങനെ എൻ്റെ മനസ്സിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ നാളെ അധ്യാപകരാകുമ്പോഴും ഇന്നത്തെ അധ്യാപകരും ചിന്തിക്കേണ്ടത്, ക്ലാസ് മുറിയിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മൾ വിദ്യാർത്ഥിയുടെ മനസ്സിൽ ജീവിച്ചിരിക്കണോ മരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോ അധ്യാപകരുമാണ്. ഒരു ചെറിയ കഥ പറയുകയാണെങ്കിൽ, ഒരു നാട്ടിൻപുറത്തുള്ള സ്കൂളിൽ സ്കൂളിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും സാധാരണക്കാരായ കുട്ടികൾ, ഒരു ദിവസം ക്ലാസ്സിൽ ഒരു പയ്യൻ ഒരു നല്ല വാച്ച് കെട്ടിയിട്ട്, അവൻ്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്, ഒരു നല്ല വാച്ച് കെട്ടിയിട്ട് ക്ലാസ് മുറിയിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ പൊതുവെ 2 ദിവസമായിട്ട് ഈ ക്ലാസ്സിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഇവൻ്റെ ഒരു വാച്ചാണ്. കുട്ടികൾ ചെറിയ മനസ്സാണ്, കൗതുകം ഉണ്ടാവും. അപ്പോൾ അടുത്തിരിക്കുന്ന കുട്ടിക്ക് ഈ വാച്ചൊന്നും വാങ്ങി, അവൻ ഇതുവരെ ഒരു വാച്ച് കെട്ടിയിട്ടില്ല, ഒരു വാച്ച് തൊട്ടിട്ടില്ല. അപ്പോൾ അവനൊരു കൗതുകം, ഇതൊന്ന് കെട്ടി നോക്കണം അല്ലെങ്കിൽ ഇതൊന്ന് തൊട്ട് നോക്കണം. മറ്റവനോട് ചോദിച്ചപ്പോൾ അവൻ്റെ കുഞ്ഞു മനസ്സിൽ അവനത് കൊടുക്കില്ല, തരില്ല എന്ന് പറഞ്ഞു. ഇവന് വലിയ വിഷമമായി. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഇവന് ആ വാച്ച് ബാഗിൽ കഴിച്ചു വെച്ച് പുറത്തേക്ക് പോയത് കണ്ടത്. അങ്ങനെ പുറത്തേക്ക് പോയപ്പോൾ ഇവനൊന്ന് കയ്യിൽ കെട്ടി നോക്കാൻ, ഇത് എടുക്കണം എന്നുള്ളൊരു കാര്യത്തിൽ ഇവന് ഭയങ്കരമായിട്ടൊരു ആഗ്രഹം തോന്നി. അങ്ങനെയാണ് ആ കുട്ടിയുടെ ബാഗിൽ നിന്നും വാച്ച് എടുത്ത് ഒന്ന് കെട്ടണം എന്നിട്ട് തിരിച്ചു വെക്കണം. പക്ഷെ ഇവനത് എടുത്തു പോക്കറ്റിലിട്ടു, പക്ഷെ തിരിച്ചു വെക്കാനോ ഒന്ന് കെട്ടി നോക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പോഴേക്കും ക്ലാസ്സിലേക്ക് അധ്യാപകരും കുട്ടികളും വന്നു. അങ്ങനെ സ്വാഭാവികമായിട്ടും മറ്റേ കുട്ടി വന്നു കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് തൻ്റെ ബാഗിൽ ആ വാച്ച് ഉണ്ടോ എന്നുള്ളതാണ്. വാച്ചില്ല, കരച്ചിലായി, ബഹളമായി. അധ്യാപകന് പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. എന്തായാലും വാച്ച് ക്ലാസ്സിന് പുറത്തേക്ക് പോയിട്ടില്ല. അധ്യാപകൻ എല്ലാ വിദ്യാർത്ഥികളോടും പറഞ്ഞു, നിങ്ങൾ കണ്ണടച്ച് നിൽക്കുക, വരിയായിട്ട് ഞാൻ ഓരോരുത്തരെയും പരിശോധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോൾ ഈ കുട്ടി നിന്ന് വിറയ്ക്കുകയാണ്. കാരണം ഇവൻ മോഷ്ടിക്കാൻ വേണ്ടി ചെയ്തതല്ല, പക്ഷെങ്കിൽ ഇവൻ ഇന്ന് ക്ലാസ് മുറിയിൽ എല്ലാവരുടെയും മുന്നിലും ഈ അധ്യാപകന്റെ മുന്നിലും കള്ളനായിട്ട് മുദ്ര കുത്തപ്പെടും. പൊതുവെ ഉണ്ടാകുന്നത്, ഒരു പ്രശ്നത്തിൽ നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാ പ്രശ്നങ്ങളും അവന്റെ മുന്നിലേക്ക് എന്ത് ചെയ്യും, അല്ലെ അവന്റെ മേലേക്ക് എന്ത് ചെയ്യും, കെട്ടിവെക്കപ്പെടും. അപ്പോൾ ചെയ്യാത്ത കുറ്റത്തിന് അല്ലെങ്കിൽ താൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യത്തിന് എന്ത് ചെയ്യാണ്, താൻ ഇന്ന് കുറ്റക്കാരനാണ്. അവൻ അറിയാവുന്ന ചെറിയ കുട്ടിയാണ്, അവൻ അറിയാവുന്ന ഇത്രയും കാലത്തെ ജീവിതം അവന്റെ മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വേർത്തൊലിക്കുന്നുണ്ട് അവൻ. അങ്ങനെ പരിശോധിച്ച് ഇങ്ങനെ എത്തുന്ന സമയത്ത് ഇവന്റെ ഊഴം വരികയാണ്. എൻ്റെ ഊഴം വരുന്ന സമയത്ത് ഈ ടീച്ചർ ഇവന്റെ പോക്കറ്റിൽ സ്വാഭാവികമായിട്ട് വാച്ച് കിട്ടുമല്ലോ. പക്ഷെ എന്നിട്ടും ആ അധ്യാപകൻ തിരച്ചിൽ അവസാനിപ്പിച്ചില്ല. വാച്ച് കയ്യിൽ കിട്ടി,
എല്ലാവരെയും തിരഞ്ഞു കഴിഞ്ഞു. വേറൊന്നും സംസാരിച്ചില്ല. അധ്യാപകന് വാച്ച് തിരിച്ചു കൊടുത്തു. അന്നത്തെ ആ പ്രശ്നം അവിടെ അവസാനം. അതിന് പിന്നീട് തുടർ ചർച്ചകൾ ഉണ്ടായിട്ടില്ല. അത്തരത്തില് അങ്ങനെ ചെയ്തു. അപ്പൊ ഇത് ഈ വിദ്യാർത്ഥിയുടെ മനസ്സിൽ വലിയൊരു എന്താ പറയുക, ഈ അധ്യാപകനോടുള്ള അതിയായ സ്നേഹവും ഒരു ബഹുമാനവും ഉണ്ടാക്കി. അന്ന് അവൻ ആ ക്ലാസ് മുറിയിൽ വെച്ച് ആ കൊച്ചു വിദ്യാർത്ഥി മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചതാണ്, നാളെ ഞാൻ ഈ അധ്യാപകനെ പോലെ ഒരു മികച്ച. കാരണം അന്ന് അധ്യാപകൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ആ കുട്ടി എല്ലാവരുടെയും മുന്നിൽ എന്ത് ചെയ്യാനും കള്ളനായിട്ട് മാറുമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഈ അധ്യാപകനെ കാണാൻ വേണ്ടിയിട്ട് ഒരു 10-24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അധ്യാപകന്റെ വീട് അന്വേഷിച്ച് വീട്ടിലെത്തിയപ്പോൾ അധ്യാപകന് പ്രായമായിട്ടുണ്ട്. കയറിയിരിക്കുക ഏതെങ്കിലും ഒരു ശിഷ്യൻ, കാരണം അധ്യാപനം എന്ന് പറയുന്നത് ഏറ്റവും ശിഷ്യ സമ്പത്തുള്ള ജോലിയാണ് എന്ന് പറയുന്നത്. അപ്പോൾ കയറിയിരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ കയറിയിരുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവൻ എന്ത് പറഞ്ഞിട്ടും ആളെ മനസ്സിലായി. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും ഈ അധ്യാപകൻ പറയുന്നില്ല. ഒടുവിൽ ഒരു രക്ഷയില്ലാതായപ്പോൾ ഇവൻ ഇങ്ങനെ പറഞ്ഞു, സാറേ അന്ന് നടന്ന കാര്യം അതാണ് എന്നെ ഇങ്ങനെയാക്കിയത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ അധ്യാപകൻ ഒരു ചെറു പുഞ്ചിരിയോടെ ഈ വിദ്യാർത്ഥിനിയോട് പറഞ്ഞു, മകനെ, അന്ന് നീയാണ് ആ വാച്ച് എടുത്തത് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. കാരണം അന്ന് നിങ്ങളെല്ലാവരും കണ്ണടച്ച പോലെ ഞാനും കണ്ണടച്ചിരുന്നു. കാരണം എൻ്റെ ക്ലാസ്സിലിരിക്കുന്ന മുഴുവൻ കുട്ടികളെയും ഞാൻ പഠിച്ചിരുന്നു. എനിക്ക് വിശ്വാസമായിരുന്നു നിങ്ങളാരും കളവ് ചെയ്യില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു കൗതുകത്തിൻ്റെ പുറത്ത് നിങ്ങൾ ആരായാലും അത് ചെയ്തതായിരിക്കും. ഒരു മോഷണത്തിൻ്റെ പേരിൽ നിങ്ങൾ അത് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതിനർത്ഥം ഞാൻ നിങ്ങളെ ഓരോരുത്തരും എന്താണെന്ന് പഠിച്ചിരുന്നു എന്നുള്ളതാണ്. ആ വിദ്യാർത്ഥി അമ്പരന്ന് പോയി. കാരണം ആ അധ്യാപകൻ അന്ന് അതുവരെ ആ വിദ്യാർത്ഥിയുടെ മനസ്സിലുണ്ടായിരുന്ന അധ്യാപകന് ആയിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അന്ന് ആ അധ്യാപകൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് സമൂഹത്തിന് അതിലും മികച്ച ഒരു അധ്യാപകനെ നഷ്ടമാണ്. ആ കുട്ടി പിന്നീട് അധ്യാപകനാവാൻ തീരുമാനിച്ചതും ഒരു നല്ല അധ്യാപകനാവണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചതും അന്ന് ആ അധ്യാപകൻ തൻ്റെ ഗുരു കാണിച്ച വലിയ പ്രവൃത്തിയിൽ നിന്നാണ്. നമ്മളൊക്കെ പലപ്പോഴും, ഞാനിപ്പോൾ BEd വിദ്യാർത്ഥിനിയാണ്, ഒരുപക്ഷെ അത്രയ്ക്കും പക്വതയോടെ ചിന്തിക്കാൻ നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. ഒരുപക്ഷെ നമ്മളിങ്ങനെ ഒരു കാര്യം കിട്ടിയാൽ ആദ്യം പോകുന്നത് ഒരുപക്ഷെ സ്റ്റാഫ് റൂമിലേക്കൊക്കെ ആയിരിക്കും. അവിടെ എല്ലാവരെയും ഒന്ന് അറിയിച്ച് ഒരുപക്ഷെ ഇത് പറയാൻ വേണ്ടി നമ്മളൊരു അസംബ്ലി തന്നെ വിളിച്ചു കൂട്ടും. ഇങ്ങനെ ഒരു കാര്യം ആ തരത്തിൽ ചിന്തിക്കാതെ വളരെ പക്വതയോടുകൂടി ചിന്തിച്ചു. അതിൻ്റെ മറുപടിയായിട്ട് കാലം അയാൾക്ക് മുന്നിലേക്ക് ഒരു വലിയ മികച്ച അധ്യാപകനെ വീണ്ടും കൊണ്ടു നിർത്തി തൻ്റെ ശിഷ്യന്റെ രൂപത്തിൽ. അത്തരത്തിലുള്ള അധ്യാപകരായിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടതും നമ്മളാണ്. ഒരു ക്ലാസ് മുറിയിൽ എങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിക്കാം, കേവലം ആശയങ്ങൾ മാത്രം, എന്തു പഠിപ്പിക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെ പഠിപ്പിക്കുന്നു എന്നുള്ളിടത്താണ് വിഷയങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ കയ്യിലുള്ള ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ അല്ല, നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ കുട്ടിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇത്രമാത്രം പഠിപ്പിക്കണം, ഒരു ചെറിയ കാര്യം പഠിപ്പിച്ചാൽ മതി, എത്ര കാലം കഴിഞ്ഞാലും കുട്ടിയുടെ മനസ്സിൽ നിന്ന് പോവാത്ത രീതിയിൽ കുട്ടിയിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഈ കർണൻ എന്ന് പറഞ്ഞൊരു ഭാഗം ക്ലാസ്സിൽ ഇതെൻ്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്ന കഥയാണ്. ഒരു കർണൻ എന്ന ഒരു ഭാഗം ഒരു അധ്യാപകൻ ക്ലാസ്സിൽ ഇങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് കുന്തി എന്ന് പറയുന്നത് നമുക്കറിയാം, പഞ്ചപാണ്ഡവന്മാരെ അമ്മയാണ്. കുന്തിക്ക് ദുർവാസാവിൽ നിന്നൊരു വരം കിട്ടുകയും ആ വരത്തിന്റെ ഇതിൽ കന്യകായ കുന്തി സൂര്യഭഗവാനിൽ നിന്നും ഗർഭിണിയാവുകയും ചെയ്യാണ്. അപ്പോൾ ഒരു കന്യക ഗർഭിണിയായാലുള്ള കാര്യം അറിയാം. അപ്പം അച്ഛനായ രാജാവിനെ അറിയിച്ചു. പിന്നെ ഒന്ന് അറിയുന്നത് തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും തോഴിയുമായ ധാത്രിക്കാണ്. അപ്പോൾ ഇവർ 3 പേരും അറിഞ്ഞു. അപ്പം പ്രസവിച്ചതിന് ശേഷം കുഞ്ഞിനെ ഉപേക്ഷിക്കാം എന്നുള്ള രീതിക്കാണ് തീരുമാനിക്കുന്നത്. അപ്പം പ്രസവിച്ചതിന് ശേഷം കുഞ്ഞിനെ ഉപേക്ഷിക്കാനുള്ള അവരൊരു തീരുമാനത്തിലെത്തുകയാണ്. അങ്ങനെ കുന്തിയും ധാത്രിയും ഒക്കെ അറിഞ്ഞുകൊണ്ട്, അച്ഛനും അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു രഹസ്യ പ്രസവം എന്ത് ചെയ്യാണ്, ആ ഒരു കൊട്ടാരത്തിൽ നടക്കുകയാണ്. അപ്പോൾ പ്രസവമൊക്കെ കഴിഞ്ഞതിന് ശേഷം കർണൻ എന്നുള്ള മകൻ പിറന്നു. കവചകുണ്ടലങ്ങളൊക്കെ ആയിട്ട് സൂര്യ തേജസ്സിലുള്ള ഒരു മകൻ. അപ്പോൾ ഒരിക്കലും പകല് ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ കഴിയില്ല, കാരണം സൂര്യഭഗവാന്റെ കുഞ്ഞിനാണ്. പകല് സൂര്യൻ ഉണ്ടാവും. അങ്ങനെ ഒരു നിലാവുള്ള രാത്രിയിൽ കൊട്ടാരം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. നിലാവിൽ ഈ കൊട്ടാരം ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് പതുക്കെ മുന്നിൽ കുന്തി
പതിയെ നടന്ന് കൊട്ടാരത്തിന് പുറത്തേക്ക് അത് പടവുകൾ ഇറങ്ങി കൊട്ടാരത്തിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. ബേക്കില് മനോഹരമായ ഒരു ചെല്ലത്തില് കർണനെ കിടത്തിക്കൊണ്ട് കവചകുണ്ടലങ്ങളൊക്കെയുള്ള സൂര്യ തേജസ്സുള്ള ഒരു മകനെ കിടത്തിക്കൊണ്ട് രാത്രിയും പുറകിലുണ്ട്. അപ്പൊ ഇവര് രണ്ടുപേരും കൂടി പതിയെ മുകളില് ആകാശത്ത് നല്ല ചന്ദ്രൻ, നല്ല നിലാവുള്ള വെളിച്ചം പകർന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവര് അശ്വനദിയെ ലക്ഷ്യമാക്കി നടക്കുകയാണ്. വലിയ ശബ്ദങ്ങളൊന്നും ഉണ്ടാവാതെ രാത്രിയുടെ മനോഹരമായ മനോഹരിതമായ കാഴ്ചകൾ ഇങ്ങനെ പ്രത്യേകം വർണ്ണിച്ചു വെച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഇവര് അശ്വനദിയുടെ അടുത്തെത്തുകയാണ്. അശ്വനദിയിലെ അടുത്തെത്തി കുന്തിക്ക് കുട്ടീനെ ഉപേക്ഷിക്കുന്നതിൽ വളരെ ദുഃഖമുണ്ട്. 10 മാസം നൊന്ത് പ്രസവിച്ച കുഞ്ഞാണ്, പക്ഷെ കന്യകയാണ്, വളർത്താൻ വേറെ വഴിയൊന്നുമില്ല. അങ്ങനെ ധാത്രിയുടെ കയ്യിൽ നിന്നും ഈ ചെല്ലം വാങ്ങി കണ്ണുനീര് എന്ത് ചെയ്യുന്നുണ്ട്, ആ കുന്തിയുടെ കണ്ണുനീര് കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് ഉച്ചിട്ട് വീഴുന്നുണ്ട്. ആ കുഞ്ഞിനൊരു ചുംബനം നൽകിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കുന്തി മുകളിലേക്ക് നോക്കുന്നുണ്ട്. സൂര്യഭഗവാന്റെ കുഞ്ഞാണല്ലോ, സൂര്യനില്ലെങ്കിലും ഇടയ്ക്ക് കുന്തി ആ മുകളിലേക്ക് നോക്കുന്ന ഭാഗമൊക്കെ വളരെ വിസ്മയമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ചെല്ലം ഇങ്ങനെ ഈ അശ്വനദിയിൽ ഇങ്ങനെ പതിയെ ഒഴുക്കി വിടുകയാണ്. ആ രാത്രിയുടെ മനോഹാരിതയും കുന്തിയും ധാത്രിയും അതായത് ചന്ദ്രന്റെ വെളിച്ചമേറ്റ് തിളങ്ങുന്ന അശ്വനദിയിലെ വെള്ളമൊക്കെ ഇങ്ങനെ അത്രമേൽ വർണ്ണിച്ച് വെച്ചിട്ടുണ്ട് അതായത് ഈ എഴുത്തുകാരൻ എന്ന് പറയുന്നത്. ആ എഴുത്തുകാരൻ എങ്ങനെയാണോ അതിനെ വർണ്ണിച്ചത് അതിലും മനോഹരമായിട്ടാണ് ഒരു അധ്യാപകൻ ഇതിനെപ്പറ്റി ക്ലാസ് കുട്ടികൾക്ക് എടുത്തു കൊടുക്കുന്നത്. അന്ന് ആ ക്ലാസ് മുറിയിൽ കുന്തിയും ധാത്രിയും രാജകൊട്ടാരവും ആ രാത്രിയുടെ മനോഹാരിതമായ കാഴ്ചകളൊക്കെ കുട്ടികളുടെ മുന്നിൽ എന്ത് ചെയ്യാണ് ഇങ്ങനെ ജീവനുള്ളതുപോലെ, അല്ലെങ്കിൽ ഇങ്ങനെ ക്ലാസ് മുറിക്കുള്ളിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. കാരണം അത്രയ്ക്കും മനോഹരമാണ് ആ അധ്യാപകന്റെ ക്ലാസ്. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും വേറെ അവർ മറന്നാലും അന്നത്തെ ആ ക്ലാസ് അല്ലെങ്കിൽ അന്ന് ആ പഠിപ്പിച്ച ആ ഭാഗം എന്ത് ചെയ്യാറില്ല. കുട്ടികൾ ഒരിക്കലും ആ ക്ലാസ് മുറിയിൽ നിന്ന് കുട്ടികൾ ഒരിക്കലും മറന്നു പോവില്ല. അത്തരത്തില് കുട്ടികളിൽ പഠിപ്പിക്കുന്നത് ചെറിയ ആശയമാകട്ടെ, അത്തരത്തില് കുട്ടിയിൽ വിവരങ്ങൾ എത്തിക്കാൻ, ഒരിക്കലും മറന്നു പോകാത്ത രീതിയിലുള്ള അനുഭവങ്ങൾ സമ്മാനിച്ചുകൊണ്ട് പഠിപ്പിക്കാൻ എപ്പോഴും അധ്യാപകർ ശ്രദ്ധിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് വേണുമാഷ് എൻ്റെ ക്ലാസ് ടീച്ചറായിട്ട് വരുന്നതും. വേണുമാഷ് എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ മികച്ച അധ്യാപകനാണ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകൻ എന്ന് പറയുന്നത്. 10ാം ക്ലാസ്സിൽ ഞാൻ എത്തിയ സമയത്ത് ഞങ്ങളവിടെ ദിനേശ് പാഞ്ചേരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാറുണ്ട്. അപ്പം സാറ് ഇങ്ങനെ മലയാളത്തിൻ്റെ പ്രഗത്ഭനായ അധ്യാപകനാണ്. സാറിങ്ങനെ ക്ലാസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വള്ളത്തോൾ കവിതയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചപ്പോൾ പല ഉത്തരങ്ങൾ വന്നു. ഞങ്ങൾ കുറച്ച് പേര് ഗ്രാമഭംഗി എന്നതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തു. അങ്ങനെ ഗ്രാമഭംഗി എന്ന് കൂട്ടിച്ചേർത്തപ്പോഴാണ് എന്തുണ്ടായത്, ഗ്രാമഭംഗി എന്ന് ഞങ്ങൾ കൂട്ടിച്ചേർത്തു. അപ്പോൾ സാർക്കൊരു അത്ഭുതം തോന്നി. ഗ്രാമഭംഗി എങ്ങനെ ഈ കുട്ടികളുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഒരു ഉത്തരം വന്നു, വളരെ കൗതുകമായ ഒരു ഉത്തരം. സാർ ഒരിക്കലും അത് പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ സാറ് ചോദിച്ചു എന്താ ഉണ്ടായത് എന്ന് ചോദിച്ചു. അപ്പോൾ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ ഉത്തരം കിട്ടിയത്? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ ചെറുവണ്ണൂർ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ മലയാള അധ്യാപകൻ ഞങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകനാണ് ഞങ്ങളെ ഇങ്ങനെ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞു. സാർക്ക് വലിയ കൗതുകം. അന്ന് ആ 6ാം ക്ലാസ്സിലെ അധ്യാപകൻ എന്ന് പറയും 6ാം ക്ലാസ്സിലെ അധ്യാപകൻ വേണുമാഷ് വീണ്ടും 10ാം ക്ലാസ്സിൽ ജീവിച്ചു എന്നുള്ളതാണ്. അത് അന്ന് ആ അധ്യാപകൻ കേവലം ഒരു അധ്യാപകൻ മാത്രമായിരുന്നെങ്കിൽ ഒരു പക്ഷേ വീണ്ടും ആ അധ്യാപകൻ ഞങ്ങളുടെ 10ാം ക്ലാസ്സിൽ വീണ്ടും ഞങ്ങൾക്ക് പറയാൻ വേണ്ടി ഉതകുന്ന രീതിയിൽ മാറില്ല എന്നുള്ളതായിരുന്നു. ഇപ്പം നമ്മൾ പറയുന്നുണ്ട് വിവരസാങ്കേതിക വിദ്യ വളരെ മൂർച്ഛിച്ചു നിൽക്കുന്ന ഒരു കാലത്താണ്. എഐയും ഗൂഗിളൊക്കെ വളരെ സ്വാധീനം ചെലുത്തുന്ന ഈ കാലഘട്ടത്തിൽ ഒന്ന് ഞാൻ പറയട്ടെ, ഏത് വിവരസാങ്കേതിക വിദ്യ വളർന്നു വന്നാലും അധ്യാപകന് പകരമാവാൻ ഒരു ഗൂഗിളിനോ ഒരു എഐക്കോ കഴിയില്ല. കാരണം എന്ന് പറയുന്നത് അധ്യാപകൻ എന്ന് പറയുന്നത് ജീവനുള്ള ഒരു വസ്തുവാണ്. കുട്ടികൾക്ക് വിവരം കൊടുക്കാൻ
ഇന്ന് വിവരം കൊടുക്കാനാണ് എന്തിനാണ് അധ്യാപകർ എന്നുള്ള ചോദ്യത്തിന് വിവരം കൊടുക്കാനാണ് അധ്യാപകർ എന്നുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്ത് അധ്യാപനം എന്നുള്ള സാധനം റദ്ദാക്കപ്പെട്ടു എന്നുള്ളതാണ്. കാരണം ഇന്ന് കുട്ടിക്ക് വിവരം കൊടുക്കാൻ അധ്യാപകന്റെ ആവശ്യമില്ല. കാരണം കുട്ടി വിവരം അധ്യാപകന് കൊടുക്കും. കാരണം അധ്യാപകന് എത്തുന്ന അതേ സോഴ്സിലൂടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടിയിലേക്കും ഇന്ന് വിവരങ്ങൾ എത്തുന്നുണ്ട്. പക്ഷെങ്കിൽ കുട്ടിയെ നെഞ്ചോട് ചേർത്ത് നിർത്താനും സ്നേഹിക്കാനും സ്നേഹിച്ചുകൊണ്ട് പഠിപ്പിക്കാനും ഒരു ഗൂഗിളിനും ഒരു എഐക്കും സാധിക്കില്ല. അത് അധ്യാപകന് മാത്രമേ സാധിക്കൂ. ഒരു വലിയ ഗുരു, ഒരു വലിയ തത്വചിന്തകൻ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ജീവനുള്ള ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരു അധ്യാപകൻ ഉണ്ടെങ്കിൽ എന്തിനാണ് ജീവനില്ലാത്ത പുസ്തകം എന്നുള്ളതാണ്. ജീവനില്ലാത്ത പുസ്തകത്തിന്റെ ആവശ്യമില്ല. കാരണം ജീവനുള്ള അധ്യാപകൻ ഇവിടെ കുട്ടിയുടെ മുന്നിൽ പുസ്തകമായിട്ട് മാറുന്നുണ്ട്. നമ്മൾ ആ പദം ഒന്നുകൂടി ശ്രദ്ധിക്കണം. ജീവനുള്ള അധ്യാപകൻ എന്നാണ് പറഞ്ഞത്, ജീവിച്ചിരിക്കുന്ന അധ്യാപകൻ എന്നല്ല. ജീവിച്ചിരിക്കാൻ പല അധ്യാപകർക്കും കഴിയും. പക്ഷെ ജീവനുള്ള കുട്ടിയെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന അധ്യാപകരായിട്ട് മാറാൻ വളരെ കുറച്ചു പേർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. പലപ്പോഴും രക്ഷിതാക്കള് കാരണം ഒരു കുട്ടിയുടെ ഉണർന്നിരിക്കുന്ന സമയത്തിന്റെ ഭൂരിഭാഗവും ചെലവഴിക്കുന്നത് വിദ്യാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമാണ്. അതായത് പലപ്പോഴും രക്ഷിതാക്കൾ ഇങ്ങനെ തിരക്കിന്റെ ലോകത്തേക്ക് പോയപ്പോഴുമ്പോൾ ആവശ്യമുള്ള സ്നേഹമോ പരിഗണനയോ പറയാൻ നല്ലൊരാളോ കേൾക്കാൻ നല്ലൊരു വ്യക്തിയോ ഒരു സ്പേസോ കിട്ടാത്തത് ഇന്ന് പലരും നേരിടുന്ന, പ്രത്യേകിച്ച് കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. നമ്മൾ കാണുന്നതാണ് ഒരുപാട് കുട്ടികൾ ആത്മഹത്യ ചെയ്തു വരുന്നത്. പലരും വിദ്യാർത്ഥികളാണ്. അത് അവർക്ക് നല്ലൊരു സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ്, പറയാനൊരു നല്ല വ്യക്തി ഇല്ലാത്തതുകൊണ്ട്. അത്തരം വിശ്വാസമുള്ള വ്യക്തികളാവാൻ കൂടി എന്ത് ചെയ്യണം, അധ്യാപകർക്ക് കഴിയണം. നാളെ ആത്മഹത്യ എന്നുള്ളൊരു കാര്യം വിദ്യാർത്ഥിയുടെ മനസ്സിൽ എത്തുന്നതിന് മുമ്പേ എനിക്ക് ഇങ്ങനെ ഒരു അധ്യാപകനുണ്ട്, അല്ലെങ്കിൽ ആ അധ്യാപകനോട് തുറന്നു പറഞ്ഞാൽ എൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്ന ഇടത്ത് എന്ത് ചെയ്യണം, നമ്മൾ കുട്ടിയെ എത്തിക്കണം. അങ്ങനെ കുട്ടിയെ എത്തിക്കണേ നമുക്ക് കേവലം അധ്യാപകൻ മാത്രമായിട്ട് കടന്നു പോയിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. ഒരു അധ്യാപകൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന കുട്ടികളെയല്ല, നല്ല ചോദ്യങ്ങൾ ഉണ്ടാക്കുന്ന കുട്ടികളെ വേണം സൃഷ്ടിച്ചെടുക്കാമെന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട്